Good morning, students. Last class we have discussed the coming of Portugal into India for trade, and today we are going to discuss the coming of ഡച്ചുകാരുടെ ഇന്ത്യയിലേക്കുള്ള വരവ്, ഈ പ്രദേശത്തെ കച്ചവട ആവശ്യത്തിന് വേണ്ടി ഇങ്ങോട്ടുള്ള വരവ്. ആൻഡ് വി ആർ thorough with the coming and decline or the loss of power of Portugal. Here, following the Portuguese, Dutch was the European force who reached India. Following Portugal, Dutch was the European power who reached India for trade, and they established or they monopolized Kochi and Kollam. Kochi and Kollam were the trade centers of the Dutch. അല്ലേ? ഇങ്ങനെ പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിയ ഈ ഡച്ചുകാരുടെ ആദ്യത്തെ കച്ചവട കേന്ദ്രങ്ങൾ ഈ പറയുന്ന കേരളത്തിലെ കൊച്ചിയും കൊല്ലവുമായിരുന്നു. അതിൻ്റെ റീസണൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പ്രധാനമായിട്ട് ഈ ശക്തികളൊക്കെ they were attracted the spices from India, especially from കേരള, അല്ലേ? ഈ റീജിയനിലുള്ള ഈ പ്രദേശത്തുള്ള സ്പൈസസ് ആണ് അവരെ അട്രാക്ട് ചെയ്തത്. പോർച്ചുഗീസുകാർ അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? ആൻഡ് ഹിയർ they established trade centers at കൊച്ചി ആൻഡ് കൊല്ലം, ദിസ് ഡച്ച്. ആൻഡ് ആസ് എ പാർട്ട് ഓഫ് ദിസ് ഒരുപാട് സംഗതികൾ നടക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡച്ചുകാരുടെ വരവോട് കൂടിയിട്ട് നമുക്കറിയാം, പോർച്ചുഗീസുകാർ വന്ന് ധാരാളം ക്രോപ്സ് ഇവിടെ പരിചയപ്പെടുത്തി. അതുപോലെ ഒരുപാട് ഈ പറഞ്ഞ ചവിട്ടുനാടകം പോലെയുള്ള ആർട്ട് ഫോമുകൾ ഈ പ്രദേശത്തിന് പരിചയപ്പെടുത്തി. അതുപോലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ദിസ് ഡച്ച് വാസ് ദി ഹോർത്തൂസ് മലബാറിക്കസ്. What was Hortus Malabaricus? This is a book on the medicinal plants of Kerala. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആധികാരിക ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. It was one read the Dutch governors who initiated the compilation of Hortus Malabaricus, and to complete this book with the help of Itti Achyutan Vaidhyar, by whom? By Van Reed. Who was Van Reed? Van Reed was the Dutch governor. അതാണ് നമ്മൾ പറഞ്ഞത്, one of the most important contribution of Dutch is the Hortus Malabaricus, അല്ലേ? ഡച്ച് ഗവർണറായിരുന്ന വാൻ റീഡ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടാണ് ഏത് ഗ്രന്ഥം രചിക്കപ്പെട്ടത്? ഈ പറയുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഈ പറയുന്ന കേരളത്തിലെ മെഡിസിനൽ പ്ലാന്റ്സ്, അല്ലേ? ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള ഈ ഒരു ഗ്രന്ഥം വളരെ ലോകപ്രസിദ്ധമായ ഈ ഗ്രന്ഥം ഡച്ചുകാരാണ് ഈ പറയുന്ന ഈ സംഭാവന നൽകിയത്. ആൻഡ് ഫോർ ദി കംപ്ലീഷൻ ഓഫ് ദിസ് വർക്ക് he completed the Van Reed completed his book with the help of Itti Achyutan Vaidhyar. And the Dutch also, like Portuguese, they couldn't establish the dominance over this region, because the Dutch fought with Martandavarma. Who was Martandavarma? The king of Travancore. The king of Travancore. തിരുവിതാംകൂറിലെ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയുമായി യുദ്ധത്തിലേർപ്പെട്ടു ഡച്ചുകാർ. ആ യുദ്ധത്തിൽ ഈ ഡച്ചുകാരെന്തായി? They defeated by whom? By Martandavarma. And the Dutch were defeated in the Battle of Kolachal in the year 1741. Kolachal War. Kolachal War in the year 1741. 1741.
കൊളച്ചൽ യുദ്ധത്തിൽ വെച്ച് മാർത്താണ്ഡവർമ്മ ആരെ ഡിഫീറ്റ് ചെയ്തു? ഈ ഡച്ചുകാരെ ഡിഫീറ്റ് ചെയ്തു. അതിനുശേഷം ഈ പറഞ്ഞ ഡച്ചുകാർക്ക് കാര്യമായി ഇവിടെ ഒരു ഡോമിനൻസ് ഉണ്ടാക്കാൻ സാധിക്കാതെ പോയി. അങ്ങനെ ഡച്ചുകാർക്ക് ഈ പ്രദേശത്തെ ക്ലച്ച് നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് അല്ലേ? എന്തുകൊണ്ട്? ത്രൂ ദി വാർ ഓഫ് കൊളച്ചൽ in the year 1741. One of the most important contribution of the Dutch to our land is the Hortus Malabaricus. It's a book about the medicinal plants of Kerala. And who compiled this book? Van Reed with the help of Itti Achyutan Vaidya. It's a Keralite, and this was the coming and എന്താ പറയുക, ഈ ഡച്ചുകാരുടെ വരവും അവരുടെ എന്താ പറയുക പിന്നെ ഇവിടെ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ കഴിയാതെ പോയ വളരെ ഈ യൂറോപ്യൻസിൻ്റെ കൂട്ടത്തിൽ കൂടുതൽ ഡോമിനൻസ് ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു വൺ ഓഫ് ദി ഫോറിനർ വാസ് ഡച്ച്. And then the English ബ്രിട്ടീഷുകാരുടെ വരവ്, ഇന്ത്യയിലേക്കുള്ള ആദ്യഘട്ടത്തിലുള്ള ബ്രിട്ടീഷുകാരുടെ വരവ്. നമുക്കറിയാം ഈ ഫോറിനേഴ്സിൻ്റെ കൂട്ടത്തിൽ, എസ്പെഷ്യലി യൂറോപ്യൻസിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയെ എക്സ്പ്ലോയിറ്റ് ചെയ്ത ഒരു ഫോറിനറാണ് ബ്രിട്ടീഷുകാർ എന്ന് നമുക്കറിയാം അല്ലേ? ടിൽ 1947 വരെ ഈ പറയുന്ന അങ്ങനെ കച്ചവട റിലേഷന് വേണ്ടി വന്ന ഈ ബ്രിട്ടീഷുകാർ അധികാരം പിടിച്ചടക്കി. അധികാരത്തിലൂടെ 1947 വരെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് നേരത്തെ തന്നെ നമുക്കറിയാം. ദി അഡ്വന്റ് ഓഫ് ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഫോംഡ് ഇൻ ഇംഗ്ലണ്ട് ഇൻ ദി ഇയർ 1600. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 എവിടെയാണ് സ്ഥാപിച്ചത്? ഇംഗ്ലണ്ടിലാണ് സ്ഥാപിച്ചത് അല്ലേ? എന്തിനായിരുന്നു? വിത്ത് കൺട്രീസ് ഫോർ ട്രേഡ് വിത്ത് ദി കൺട്രീസ് ലൈക്ക് ഇന്ത്യ ആൻഡ് ചൈന. എന്തിനാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷുകാർ സ്ഥാപിച്ചത്? ഫോറിൻ രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുമായിട്ട്, എസ്പെഷ്യലി ഈ റിസോഴ്സ്ഡ് കൺട്രീസ് അല്ലേ? ഈ അന്നത്തെ ചൈനയും ഇന്ത്യയും ഒക്കെ ധാരാളം വിഭവങ്ങളാൽ സമ്പുഷ്ടമായിരുന്നു അല്ലേ? ആ സമ്പുഷ്ടമായിരുന്ന ഇത്തരം രാജ്യങ്ങളുമായിട്ട് ട്രേഡ് റിലേഷൻ സ്ഥാപിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിൽ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ ആരംഭിച്ചതാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ദി ഇയർ 1600. ആൻഡ് they come to India and they established trade relations in India, like the places like Surat in Gujarat അല്ലേ? ഇന്നത്തെ ഗുജറാത്തിലെ സൂററ്റ് was the first trade center established by English East India Company. And following this they established the trading centers at Bombay, Calcutta and Madras. Bombay, the present Mumbai; Calcutta, present Kolkata; and Madras, the present Chennai. They established trade centers following the Surat. The first trade center was at Surat in the present ഗുജറാത്ത് അല്ലേ? ഇപ്പോൾ ഗുജറാത്തിലെ സൂററ്റിലാണ് ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ കച്ചവടത്തിന് വേണ്ടി ഒരു ട്രേഡ് സെൻറ്റർ സ്ഥാപിക്കുന്നത് അല്ലേ? നമുക്കറിയാം ഗുജറാത്തിലെ ടെക്സ്റ്റൈൽ തുണിത്തരങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള പല കച്ചവടങ്ങൾക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ ആദ്യം 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. അത് കച്ചവടത്തിനാണ്. ഇങ്ങനെയുള്ള ഇന്ത്യ ചൈനയെ പോലെയുള്ള രാജ്യങ്ങളിൽ കച്ചവട ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയാണ് അവർ അതിനെ ഈ പറഞ്ഞ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്തത്. അതിനുശേഷം ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിലെ സൂററ്റിൽ ആദ്യമായി ഒരു ട്രേഡ് സെൻറ്റർ അവർ സ്ഥാപിക്കുന്നു. അതിനെ തുടർന്ന് മുംബൈയിലും കൊൽക്കത്തയിലും ചെന്നൈയിലും ട്രേഡ് സെൻറ്റർ, അന്നത്തെ ബോംബെ, കൽക്കട്ട, മദ്രാസ് ഈ പ്രദേശങ്ങളിലൊക്കെ ട്രേഡ് റിലേഷൻസ് ബ്രിട്ടീഷുകാർ സ്ഥാപിക്കുന്നു. One of the another force or power who come to India for trade was the French. We already learned about Portugal, Dutch and English. Then the fourth one is French.
French also come to India to establish trade relations. French East India Company was established in the year 1664 and French reached India for the purpose of trade. And there നമുക്കറിയാം ഇപ്പോൾ പ്രധാനപ്പെട്ട അവരുടെ പിന്നെ ട്രേഡ് സെൻറ്റേഴ്സ് സ്ഥാപിച്ചത് ഇന്നത്തെ പല പ്രധാനപ്പെട്ട യൂണിയൻ ടെറിട്ടറീസിലാണ് അല്ലേ. എന്താ യൂണിയൻ ടെറിട്ടറി? കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. നമ്മൾ കേരളത്തിൻ്റെ അകത്തെ ഈ കണ്ണൂർ ആ ഭാഗത്ത് പോയാൽ നമുക്കറിയാം മാഹിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. മാഹി, അതുപോലെ പോണ്ടിച്ചേരി, ഇന്ന് പോണ്ടിച്ചേരിയുടെ ഭാഗമാണ് മാഹി ഒരു യൂണിയൻ ടെറിട്ടറിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശമാണ് അല്ലേ. അവിടെ ചില പിന്നെ സാധനങ്ങൾക്കൊക്കെ ടാക്സ് കുറവാണെന്നൊക്കെ നമ്മൾ പറയാം. എന്താണ് അവിടെ സംസ്ഥാനത്തിൻ്റെ ടാക്സ് ഉണ്ടാവില്ല അല്ലേ, അവിടെ കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രദേശങ്ങളാണ് അന്നത്തെ. അത് വെച്ചാൽ അത് ഏറ്റവും അവസാനം ഈ ഫ്രഞ്ചുകാരാണ് ഏറ്റവും അവസാനം ഈ പ്രദേശത്തു നിന്നൊക്കെ പോയത്. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങൾ കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് അവർ ട്രേഡ് സെൻറ്റേഴ്സ് ലൈക്ക് പോണ്ടിച്ചേരി, പുതുച്ചേരി, ഇപ്പോഴത്തെ പുതുച്ചേരി, മാഹി, കാരക്കൽ were the chief trade centers of France or French. Pondicherry was their headquarter. ഫ്രഞ്ച് ഹെഡ്ക്വാർട്ടർ ആയിരുന്നു ഈ പറയുന്ന ഫ്രഞ്ച് ട്രേഡ് റിലേഷൻ്റെ ഹെഡ്ക്വാർട്ടർ ആയിരുന്നു പോണ്ടിച്ചേരി. അതുപോലെ മാഹിയും കാരക്കലും ഒക്കെ ആയിരുന്നു അവരുടെ ട്രേഡ് സെൻറ്റേഴ്സ്, ഫ്രഞ്ചുകാരുടെ ട്രേഡ് സെൻറ്റേഴ്സ്. ആൻഡ് അങ്ങനെ വന്ന ഈ യൂറോപ്യൻസിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇവരുടെ പരസ്പരം തമ്മിൽ കോമ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ട്? ഫോർ മൊണോപ്പൊളൈസിങ് ട്രേഡ്, അല്ലെങ്കിൽ ഈ പ്രദേശത്തെ കച്ചവട ബന്ധം എന്തിനു വേണ്ടി? കച്ചവട ബന്ധം ആ കുത്തക സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഈ യൂറോപ്യൻസ് തമ്മിൽ തന്നെ എന്തായി? കോമ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. അവർ പരസ്പരം യുദ്ധവും ഒക്കെ ഈ പ്രദേശത്ത് വെച്ച് നടക്കാൻ തുടങ്ങി. ദി കോമ്പറ്റീഷൻ ഓഫ് ദി മൊണോപ്പൊളി ഓഫ് ട്രേഡ്. ദി യൂറോപ്യൻ കൺട്രീസ് കോമ്പീറ്റഡ് ഫോർ മൊണോപ്പൊളൈസിങ് ട്രേഡ് വിത്ത് ഇന്ത്യ. ദേ ഫോട്ട് ഈച്ച് അതർ. ഇവിടെ വന്ന യൂറോപ്യൻസ് ദേ ഫോട്ട് ഈച്ച് അതർ ഫോർ മൊണോപ്പൊളൈസിങ് ദി ട്രേഡ് വിത്ത് ഇന്ത്യയുമായിട്ട് ഈ പറയുന്ന കച്ചവടം സ്ഥാപിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കച്ചവട കുത്തക ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ യൂറോപ്യൻസ് തമ്മിൽ എന്തായി? യുദ്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. ദി പോർച്ചുഗീസ് ആൻഡ് ഡച്ച് were defeated at very beginning of these competitions, and as we know that the Dutch and Portuguese defeated in the very beginning of this competition among the Europeans, and finally the French and the English became locked in intensive rivalry, and the conflict between these forces lasted long. French and English. ആദ്യം ഈ യൂറോപ്യൻസിൻ്റെ കൂട്ടത്തിൽ നിന്ന് പോർച്ചുഗീസും ഡച്ച് നമുക്കറിയാം അല്ലേ. കുളച്ചൽ 1741 ഈ പറയുന്ന കുളച്ചൽ വാറിലൂടെ ഡച്ചുകാർക്ക് അവരുടെ ആധിപത്യം, ഡോമിനൻസ് നഷ്ടമായി അല്ലേ. മാർത്താണ്ഡവർമ്മയുമായിട്ടുള്ള ആ ഒരു യുദ്ധത്തിലൂടെ പോർച്ചുഗീസുകാരും അവരുടെ ഡ്യൂ ടു സെവറൽ റീസൺസ് അവർക്കും നഷ്ടമായി. അങ്ങനെ അവരുടെ ആ ഒരു കോമ്പറ്റീഷൻ തുടക്കത്തിൽ തന്നെ നഷ്ടമായി. പിന്നെ അവസാനം നിന്നത് ഫ്രഞ്ചും ഇംഗ്ലീഷുകാരാണ്. അതിനുശേഷം ഈ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ പലതവണ ഏറ്റുമുട്ടലുകൾ ഉണ്ടായും. അവരുടെ ശത്രുത വർദ്ധിക്കുകയും ചെയ്തു ഫോർ മൊണോപ്പൊളൈസിങ് trade with India, and finally the series of conflicts or wars between the French and the English in South India takes place, and this wars was known as the Carnatic Wars. ആരൊക്കെ തമ്മിൽ? ഇൻ ബിറ്റ്വീൻ ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ് ഇൻ സൗത്ത് ഇന്ത്യ. ഇന്ത്യയുടെ ഈ സദേൺ ഭാഗത്ത്, ഇന്ത്യയുടെ ഈ സൗത്ത് ഭാഗത്ത് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ പലതവണ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ഈ ഏറ്റുമുട്ടലുകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ മൊണോപ്പൊളൈസിങ് ട്രേഡ് അല്ലെ. അതിനു വേണ്ടി നടന്ന ഈ യുദ്ധങ്ങൾ ഒരു പരമ്പര തന്നെ, യുദ്ധങ്ങളുടെ പരമ്പര തന്നെ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഉണ്ടാകുന്നു. ആൻഡ് ദീസ് വാർസ് വാസ് നോൺ ആസ് കർണാട്ടിക് വാർസ്. ആൻഡ് ഫൈനലി ഫ്രഞ്ച് വാസ് ഡിഫീറ്റഡ് ബൈ ഇംഗ്ലീഷ്. And finally the English East India Company gains power by defeating the other Europeans. First of all, in the beginning, Portuguese and Dutch
lost their power, and finally number of series of wars in between French and English, especially in South India, and these wars named as Carnatic wars, and finally ultimately the French defeated by English, and English East India Company gains the power also from of India. After gaining the monopoly of trade, English East India Company began or focused on the acquisition of power in India. The company rule in India had its inception in Bengal. Agricultural prosperity and convenient trade facilities prompted the company to capture power in Bengal. അങ്ങനെ ഇങ്ങനെ കച്ചവടത്തിന് വന്ന് മറ്റു യൂറോപ്യൻസിനെയൊക്കെ പരാജയപ്പെടുത്തി അങ്ങനെ വന്ന ഇംഗ്ലീഷുകാർ പതുക്കെ ഇവിടെ പവർ സ്ഥാപിച്ചെടുക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യമായി അവർ നോട്ടമിട്ടത് ഇന്ത്യയിലെ ബംഗാൾ പ്രദേശമായിരുന്നു. അതിന് ചില റീസൺസ് ഉണ്ട്. എന്താണ് റീസൺസ്? ദി അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റി ഓഫ് ബംഗാൾ and one of the another reason, the convenient trade facilities of Bengal. ഇതായിരുന്നു അവരെ ഈ പ്രദേശത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. എന്തൊക്കെയാണ്? വൺ ഈസ് അഗ്രികൾച്ചർ പ്രോസ്പെരിറ്റി, അല്ലേ? വളരെ വിശാലമായിട്ടുള്ള ഈ കാർഷിക വൃത്തിയുള്ള പ്രദേശം, അതുപോലെ തന്നെ ട്രേഡിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു വലിയ പ്രദേശം. ഈ പ്രദേശം പിടിച്ചടക്കുക എന്നതായിരുന്നു അവരുടെ അടുത്ത ലക്ഷ്യം, ഇംഗ്ലീഷുകാരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി അവരെന്ത് ചെയ്തു? British defeated the ruler of Bengal named സിറാജുദ്ദൗളയെ അതൊരു ചതിയിലൂടെയാണ് അത് കീഴ്പ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കമാൻഡർ ഇൻ ചീഫിനെ വശത്താക്കിയിട്ടാണ് ഈ പറയുന്ന സിറാജുദ്ദൗളയെ അവർ ബംഗാളിലെ നവാബ് ഓഫ് ബംഗാൾ എന്നാണ് സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇൻ ദി ഇയർ 1757 എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇയർ ആണ്. 1757. അടുത്തത് ഒരു നൂറ്റാണ്ടിന് ശേഷം 1757 in the year 1757 English defeated Sirajuddaulah and established their power in Bengal. That was the beginning of the Britishers or English. Britishers laid down their foundation in India through the battle named Battle of പ്ലാസി യുദ്ധത്തിലൂടെ. പ്ലാസി യുദ്ധം ആണ് ഏത് യുദ്ധം? സിറാജുദ്ദൗളയും അതുപോലെ ഇംഗ്ലീഷുകാരും തമ്മിൽ ഏറ്റുമുട്ടിയ ആ യുദ്ധം അറിയപ്പെട്ടത് പ്ലാസിയിൽ വെച്ചിട്ടാണ് ആ യുദ്ധം നടന്നത്. ആൻഡ് ദിസ് വാർ വാസ് നോൺ ആസ് പ്ലാസി വാർ, ദി ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ ദി ഇയർ 1757. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് ഒരു ഫൗണ്ടേഷൻ ഇട്ട യുദ്ധമായിരുന്നു ഈ പറയുന്ന 1757 ബാറ്റിൽ ഓഫ് പ്ലാസി. അതിനുശേഷം ഏകദേശം ഒരു 100 വർഷം ബ്രിട്ടീഷുകാർ പല രൂപത്തിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും അവരുടെ അധികാരത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നു. അതിനുശേഷം അവസാനം 1857 ഇന്ത്യയിൽ ആദ്യത്തെ നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. ഏത്? ദി ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഉണ്ടാകുന്നത് 1850. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യത്തെ ഒരു സമരം നടക്കുന്നത് 1857, ഏകദേശം 100 വർഷത്തിന് ശേഷമാണ് അത് സാധ്യമാകുന്നത്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു ബ്രിട്ടീഷുകാർ കച്ചവടത്തിന് വേണ്ടി വന്ന ബ്രിട്ടീഷുകാർ അങ്ങനെ കച്ചവടത്തിൽ മറ്റു യൂറോപ്യൻസിനൊക്കെ പരാജയപ്പെടുത്തി അവസാനം ഓരോരോ പ്രദേശങ്ങൾ കീഴടക്കാൻ തുടങ്ങി.
തുടങ്ങിയതിൽ ആദ്യത്തെ പ്രദേശം ഈ പറയുന്ന ബംഗാളായിരുന്നു. ആ ബംഗാളിൽ അവർ കച്ചവട ആധിപത്യം സ്ഥാപിച്ചത് എങ്ങനെയായിരുന്നു? ബൈ ഡിഫീറ്റിംഗ് സിറാജുദ്ദൗള ത്രൂ ദി ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ ദി ഇയർ 1757. And after the battle of 1757 battle of Plassey, there was another battle or war named the Buxar battle of Buxar in the year 1764. After few years, 1764, another war fought between this an allied group led by Shujauddaulah, Mir Qasim and Shah Alam, the Mughal emperor Shah Alam. അവരുടെ ഒരു പിന്നെ അലൈഡ് പവേഴ്സും ബ്രിട്ടീഷുകാരും തമ്മിൽ 1764 വീണ്ടും ഒരു ബാറ്റിൽ ഉണ്ടാകുന്നു. അതാണ് ബാറ്റിൽ ഓഫ് ബക്സാറിൽ വെച്ച് നടന്ന ആ യുദ്ധം. അതും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുത്തുന്നു. അങ്ങനെ അവരുടെ ഡോമിനൻസ് ഇന്ത്യയിൽ സ്ഥാപിച്ചെടുക്കുന്നു. ഓക്കെ, I think you are thorough with this portion. Okay, now we are going to conclude today's class. Okay, thank you.